ആ എന്തായാലും പണി കിട്ടൽ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സംഭവമാണ്. മൈലോ എങ്ങനെയുണ്ട് പേര്? മൈലോൻ്റെ കളറായതുകൊണ്ട് നമ്മൾ മൈലോ തന്നെ പേരിട്ട്. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ പറയുക, നമ്മളൊരു ചെറിയ പട്ടിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ടീക്കപ്പ് പോമറേനിയൻ. ഓക്കെ, പോമറേനിയൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോമറേനിയൻ ഉടനെ തന്നെ ഓർമ്മ വരും. അപ്പോൾ അതിനെ കാണിച്ചു തരാം. അതേപോലെ പിന്നെ നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ 1-2 കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയത്. ഇതെന്താ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാവട്ടെ. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വിസിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചാൽ മതി. അത്ര പേരെ 200 പേരാ? 200 പേരല്ല, 200 പേര് അടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നാണ്. അപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. വളണ്ടിയർമാരെല്ലാം നല്ല രീതിയിൽ അവരെല്ലാ കാര്യത്തിനും ചെയ്യിപ്പിച്ച്, മീനിൻ്റെ ഫീഡ് ചെയ്യിപ്പിച്ച്, എല്ലാ കാര്യത്തിലും പല ടൈപ്പ് ഡിസേബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ നാട്ടിലുള്ള ആർക്കെങ്കിലും ഇതേപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരണമെങ്കിൽ കംപ്ലീറ്റ് ഫ്രീ ആണ് കേട്ടോ. അവരുടെ ടേക്ക് കെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഫ്രീ ആണ് കേട്ടോ, ടീമിന് മൊത്തമായിട്ട്. അപ്പോൾ നമ്മൾ സാറ്റർഡേ സൺഡേ ഒഴിവാക്കിയാൽ മതി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇങ്ങനെ വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, അവർ മീനിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് പോയി കേട്ടോ. ഞാൻ അത് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് പോയി. മക്കളെല്ലാം പോയാ? അപ്പുറത്തെത്തിയല്ലേ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം അവരാരൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടിനാ? ഇഷ്ടായിനല്ലോ അതിനാ? ഓക്കെ, മോൻ്റെ പേരെന്താ? നന്ദു. ഓക്കെ, എവിടെ വീട്? തളിപ്പറമ്പ് അല്ലേ? ഓക്കെ, നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ തന്നെ കേട്ടോ. തളിപ്പറമ്പ് ഇതൊക്കെ നമ്മുടെ പെറ്റ് സ്റ്റേഷനുമായിട്ട് ആകെ ഒരു 15-16 കിലോമീറ്ററിന് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാർ ടേക്ക് കെയർ ചെയ്യുന്ന ഇവരെ കെയർ ടേക്കർമാരെല്ലാം സമ്മതിക്കണം കേട്ടോ. എന്നാൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും നല്ല ഭക്ഷണവും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് നല്ല രീതിയിൽ രാവിലെ വന്നാൽ കേട്ടോ, നല്ല രീതിയിൽ അവർ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കുന്നത് അതുപോലത്തെ ആൾക്കാർക്കൊക്കെ പെറ്റ് സ്റ്റേഷൻ ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പോമറേനിയൻ പോട്ടറിനെ കാണാൻ, പോമറേനിയൻ പോട്ടർ എന്ന് പറയുന്നത് നമ്മളെ പോമറേനിയൻ ഡോഗിനെ കാണാൻ വേണ്ടി പോവാം. പോമറേനിയൻ നല്ല ടീക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡ്രീമായിട്ടുള്ളൊരു ഐറ്റം വന്നിട്ടാ. ഓക്കെ, വാ. അതേപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ടോയ് ബ്രീഡിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വലിയ ബ്രീഡുകളെ ഈ കൂട്ടിലിട്ടിട്ട് കാണുമ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഒന്നും തോന്നില്ല. പക്ഷെ അല്ലാത്തവർക്ക് നമ്മുടെ ആയിക്കോട്ടെ കുഴപ്പമില്ല, അല്ലാത്തവർക്ക് പിന്നെ കാണുമ്പോൾ വലിയ കൂട്ടിൽ ചെറിയ കൂട്ടിൽ ഡോഗിനെ ഇട്ടിട്ട് പീഡിപ്പിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ ഫുൾ ടൈം രാത്രി തുറന്ന് വിടുന്നതെന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആ കൂട്ടിൽ നമുക്ക് ചെറിയ ബ്രീഡിനെ വെക്കാം. നമ്മൾ ഗാർഡ് ഡോഗ്സിനൊക്കെ നമുക്ക് ബാക്കിലേക്ക് മാറ്റാം. വേറൊരു നമ്മൾ നല്ല കൂടും സെറ്റപ്പെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അവരുടെ. എന്നാൽ പിന്നെ കാണുന്നവർക്ക് അങ്ങനെ തോന്നില്ല. എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരുന്നവരല്ലല്ലോ. വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അല്ലാത്തവർ ഇങ്ങനെ ചില സമയത്ത് പറയാറുണ്ട് എന്തിങ്ങനെ ഉറങ്ങുന്നത്. അപ്പോൾ ഇത് രാത്രി ഫുൾ ടൈം ആക്റ്റീവായി പണിയെടുക്കുന്നതല്ലേ, പകൽ തിന്ന് നല്ല ഉറങ്ങുകയും ചെയ്യുക ഇവർ പൊതുവെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇതിനെ കാണാൻ വേണ്ടി പോലെ നല്ലൊരു പേര് വിടണം. വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ടോ? സെറ്റായില്ലേ? ഫിൽറ്ററെല്ലാം പൊളിയായില്ലേ? ഓക്കെ, ബാ. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മലപ്പുറത്ത് നിന്ന് ബൈക്കിൽ വന്ന 2 ആൾക്കാരുണ്ട് കേട്ടോ. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് 2 പ്രാവശ്യം വന്നില്ലേ? ഓക്കെ, അന്നേരം എന്നെ കണ്ടില്ല? ഇല്ലല്ല, അന്ന് 2 വട്ടം ഇവിടെ ഇല്ല. പേര് അസ്ലം റോഷൻ. അപ്പോൾ രണ്ടാൾക്ക് നമുക്ക് അരാപ്പയെ കൊണ്ട് പഠിപ്പിച്ചോ. ഒരു വന്നപാടെ ചോദിച്ചാൽ അരാപ്പയ്മെന്റ് ഫീഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്ത് കൊടുക്കല്ല. ഇതിന് നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താ പറയുന്നല്ലേ ഈ ഫിഷിന്റെ പേര്? നിങ്ങളെന്താ പറയുന്ന നാട്ടിലെന്താ പറയുന്നത്? അയില വലക്ക. ഇങ്ങനെ തിന്നലില്ല, എന്താണെന്ന് അറിയില്ല. ജോലി പോവാ കൊടുക്കും കേട്ടാ. കടി കിട്ടണമെങ്കിൽ സ്പീഡിൽ കൊടുത്തോ. ഇങ്ങനെയുണ്ടായി
അത് നമ്മള് പൂച്ച ഇത് തുറക്കുമ്പോഴേക്ക് ഇപ്പൊ അരാപ്പയ്മനേക്കാളും നീന്തുന്നു നമ്മൾ ഈ പറയാനാണ് മീൻ തിന്നാ വന്നാ തുറക്കുമ്പോ എന്തായാലും തരും. എന്റെ അടുത്ത് അരാപ്പയ്മ കൊടുക്കും ഞാൻ. മീൻ കൊടുക്കല്ലേ അവന് മീൻ കൊടുക്കല് പതിവാ. മീൻ അങ്ങനെ സെലക്ടഡ് മീനെ കഴിക്കാൻ ഇങ്ങനെ കൊടുത്താൽ പോരാ. ഇതിപ്പോ ഇങ്ങനെ വെച്ചു കൊടുക്കണം എനിക്ക്. എന്നിട്ട് ഓൾറെഡി സെലക്ട് ചെയ്യും ഏതാ മീനോ എനിക്ക് വേണ്ടതെന്നുള്ളത്. എടുക്കും. വേറെന്തോ ഉദ്ദേശമുണ്ട്. ഇല്ലല്ല തിന്നുണ്ട്. അതിപ്പോ നോക്കൂ നമ്മൾ ഓരോന്നും എടുത്തു കൊടുക്കുന്നൊന്നും വാങ്ങിക്കൂല. ഓരോ ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കിയാൽ ലക്ഷം ലൈഫ് എന്നെല്ലാം പറഞ്ഞാണ്ടല്ലോ. ഇഷ്ടമുള്ള മീൻ എടുത്തിട്ട് വെച്ചു കൊടുക്കണം. വേണ്ടേ? ഇതൊന്നും പറ്റില്ല. അല്ല അതിന് ഐസ് തണുപ്പുണ്ട്. നമ്മള് ഇന്നലെ രാത്രി കിട്ടിയതാണ്. അപ്പൊ മതി തൽക്കാലം നല്ല നേടെ ഇരുന്ന് കഴിക്കട്ടാ. അത് ഭയങ്കര ഇഷ്ടമാണ്. കാറ്റിഷ് ഭയങ്കര ഇഷ്ടമാണ്. അതും വേണ്ട. ഓക്കെ. അപ്പൊ നമ്മളൊരു ഡോഗിന്റെ വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ കണ്ടിട്ട് വീഡിയോ കിട്ടാം. അപ്പൊ നമുക്ക് ഡോഗിനെ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മുടെ ഡോഗിനെ എടുക്കാൻ പോയിട്ടുണ്ടേ. ആ സമയത്ത് നമുക്കൊരു സാധനം കാണിച്ചു തരല്ലേ. നമ്മുടെ സൽക്കട്ട ഫുഡ് കഴിക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫീഡിങ് നോക്കണ്ട. ഭയങ്കര ഹെവി ഫുഡാന്ന് കേട്ടോ കഴിക്കുക. എന്നാൽ ഇതിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപാട് അടുത്ത ഇലകൾ കൊടുക്കും. അത് കഴിഞ്ഞപാട് പഴം കൊടുക്കും. എന്നാൽ രാവിലെ നമ്മളെ കൊയ്പ്പൂൻ്റെ വേറൊരു അനിയനാന്ന് പറയാം. അങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം തിന്നലാണ്. ഇനിയും നല്ലോണം വളരും കേട്ടാ. ഇതാ നമ്മുടെ അതിൻ്റെ ഒമ്മിടി ഇരിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കൊയ്പ്പു പ്രസവിച്ചിട്ടുണ്ട്. 2 കുട്ടികളുണ്ട്. ഞാൻ കാണിച്ചു തരാമല്ലോ. അതും വാ. അതുപോലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊയ്പ്പൂവിൻ്റെ ഒരാൾ നമ്മുടെ അടുത്ത് മിസ്സായി. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനൊരു കുഴി അടക്കാൻ തന്നെ പറ്റില്ല. ഒരു മാളം കുഴിച്ചിട്ട് പോയിന്ന്. അത് ഇൻസ്റ്റയിലാണ് പറഞ്ഞല്ലേ. അപ്പോൾ അത് അടക്കാൻ വേണ്ടി രാത്രി ഞാനും മിസറും കൂടി കയറി. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വിട്ടു. സാധാരണ ഡോഗിനെ വിടുന്ന സമയത്ത് എല്ലാ കേജും നമ്മൾ അടച്ചിനൊന്നൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവരെ തുറന്ന് വിടാറുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ കുഴി ഒഴിക്കാൻ കയറിയത്. അപ്പോൾ ഈ ഡോറ് ഇങ്ങനെ അടച്ചിട്ടില്ല, ഇങ്ങനെ തുറന്ന് വെച്ച് പോയി. അപ്പോൾ ഒരാളും ഒരു കുട്ടിയും പുറത്തേക്കാടി ഇങ്ങനെ പോയി. നമ്മളെ റൂബി ഇവിടെ ഉണ്ടായി. റൂബിക്ക് ഇവിടുത്തെ ജീവികളെല്ലാം അറിയാം, റാമോസിനും അറിയാം. പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി ഒന്നും ചെയ്തിട്ടില്ല. അതിനോട് ഇങ്ങനെ നോക്കി കളിച്ച് അതങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അടുത്ത സെക്ഷനിൽ റാമോസാണ്. അപ്പോൾ റാമോസ് എന്താ പറയുക, കുറേ സമയം ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. ലാസ്റ്റ് അവൻ്റെ കൈയിൽ നിന്ന് പോയി. എന്നാൽ ഏകദേശം ഒരു 4:30-5 മണിക്കെങ്ങാണ്ടാണ് ഇവരെ ഇറങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 7 മണി വരെ, എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു 6:30-7 മണിക്കാണ് കൂട്ടിൽ കേട്ട. ആ സമയത്തിന് തൊട്ട് മുന്നെയാണ് ഇവനെ കടിച്ച് കൊന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൊയ്പ്പ് നമ്മുടെ അടുത്ത് മിസ്സായി കേട്ടാ. പക്ഷെ ആ കുട്ടീനൊന്നും ചെയ്തില്ല. കുട്ടി എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് പ്രാവിൻ്റെ കൂട്ടി കയറി ഒളിച്ചിരുന്നതെന്നല്ല, ഇങ്ങനെ കയറി അതിൻ്റെ അകത്ത് പെട്ടുകൊണ്ട് അവൻ രക്ഷപ്പെട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 ബേബീസേ ഉള്ളത് കേട്ടാ. ഇതിനേക്കാളും കൂടുതൽ പ്രസവിച്ചണോന്ന് അറിയില്ല. പക്ഷേ നമുക്ക് കറക്റ്റ് ടൈം നമുക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. അതുകൊണ്ട് എത്ര കുട്ടികൾ ഉണ്ടായി എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പക്ഷെ 2 ബാലൻസ് ഉണ്ടായില്ലോ. വാടാ അയ്യോ. ഒന്നിതാ ഇങ്ങനത്തെ 2 കുട്ടിയുണ്ട് കേട്ടാ. എടുക്കാൻ പറ്റുന്നില്ല. ആ ചെറിയ ഹോളേ ഇല്ലു, മേലിന്ന് സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റൂ. ഇതണ്ട, ഇതേപോലത്തെ ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടാ. നമ്മൾ ആദ്യത്തെ കൊയ്പ്പൊന്ന് സൗണ്ട് ഉണ്ടാക്കിയല്ലേ, ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയല്ലേ. അതേപോലെ ഇവനുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ പുറത്തിറങ്ങിയിട്ട് ഇത് നടന്ന് പോയിട്ട് ആ കൂട്ടിലെത്തിയതും എന്തോ ഭാഗ്യമാണ്. എന്നാൽ ഡോഗിനെ വിട്ടുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പൂച്ചയില്ലേ, നമ്മളെ വെള്ളപ്പൂച്ചൻ്റെ കയ്യിൽ കിട്ടിപ്പോയിട്ട് എന്നാൽ എലിൻ്റെ ഒരു ലക്ഷണമായതുകൊണ്ട് അവൻ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം അടുത്ത ആളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഇതാ 2 ആൾ ചെറിയ കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടാ. ഇങ്ങനുണ്ട്. ഇവിടെ അല്ലേ, നല്ലില്ലേ കാണാൻ.
കൊയ്പ്പൂനും ഭയങ്കര ഫാൻസാണ് കേട്ടോ. അതുപോലെ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ വരുന്നവർക്ക് കൊയ്പ്പൂന് ഫീഡ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നവർക്കെല്ലാം അറിയണ്ടാവും, അത്യാവശ്യം ആൾക്കാരൊക്കെ കൊയ്പ്പൂന് ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ തീറ്റയും കണ്ടിട്ടുണ്ടാവും കേട്ടോ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നൽ തന്നെ പരിപാടി. നമുക്ക് കോയിഫിഷ്യൻ്റെ ബോണ്ടിലിട്ടാലോ? വേണ്ടല്ലേ, വെറുതെ അതിന് കമൻസ് വരും, നമ്മൾ അങ്ങനെ പീഡിപ്പിച്ച് ഇങ്ങനെ പീഡിപ്പിച്ച് എന്നെല്ലാം പറഞ്ഞിട്ടല്ലേ. നമുക്ക് കമൻസിനെല്ലാം പേടിയുണ്ട് കേട്ടാ. ഓക്കെ പോട്. എല്ലാവരും ഓക്കെയാണ്, സെറ്റാണ്. നമ്മുടെ അമ്മ തന്നെ രണ്ടാമത് പ്രസവിച്ചിട്ടോ, നമ്മളെ കുട്ടിയല്ല. പക്ഷെ കുട്ടിയെല്ലാം പ്രഗ്നൻ്റ് ആണെന്ന് സംശയമുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം വയറ് കാണുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ അമ്മയൊന്നത് കേട്ടോ, ആ അമ്മ തന്നെ പ്രസവിച്ചാണ്. ചമ്മട്ടി വിളിക്കുമ്പോൾ പോകുന്ന നോക്കി എല്ലാവരും. ഇപ്പോൾ ഒന്നാമത് അവിടെ നിന്ന് തന്നെ ഫീഡ് കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര എന്താ, എല്ലാവരും എണീപ്പിക്കുന്നുണ്ടാ. അപ്പോൾ നമ്മുടെ ഹരി നമ്മുടെ ഡോഗിനെ കൊണ്ടുവന്നിട്ടുണ്ടേ. ബാ, എന്താടാ നഞ്ഞനാ തുടച്ചു കൊടുത്തത്? ആ പോട്ടെ, സാറില്ല. ചെറുതായിട്ടൊന്ന് നഞ്ഞു പോയി അല്ലേ. എങ്ങനെയുണ്ട്? ഇതാണ് ടീ കപ്പ് പോമറേനിയം. പോമറേനിയം പൗഡർ തന്നെ പറഞ്ഞു പോകുന്നത്. ടീ കപ്പ് പോമറേനിയം കേട്ടോ ഈ ഡോഗിൻ്റെ ബ്രീഡ്. നല്ല ചെറിയ പപ്പിയാണ് കേട്ടോ, അത്യാവശ്യം കോസ്റ്റ്ലിയാണേ. അതേപോലെ ഇവനെന്താ പേരിട്ടെ? മൈലോ എന്നാ പേരിട്ടാ. നമ്മൾ മൈലോൻ്റെ കളർ ഉണ്ടല്ലേ, മൈലോ എന്ന് പേരിട്ട്. വേറൊരു ഡോഗിനെയും കൂടി നമ്മൾ പരിചയപ്പെടുത്താനുണ്ട്. ഓക്കെ, നല്ല രസമാണ് കേട്ടോ, ഭയങ്കര ആക്റ്റീവാണ്. നമുക്കൊന്ന് നിലത്ത് താഴെ ഇറക്കിയിട്ട് ഇവൻ്റെ ആദ്യം ഇവിടെ വിടാം. നമ്മൾ കിവിനെ വിടുന്നിടത്ത് ജസ്റ്റ് വിടാം. നല്ല ബോൾ പോലില്ലേ? ഡാ ഡാ മൈലോ, മൈലോ പേരിൽ സെറ്റാണ് അത്രേ. ഇങ്ങനെയുണ്ട്, കാണുമ്പോൾ ഒന്ന് പിടിച്ച് ഓമനിക്കാൻ തോന്നില്ലേ? വട 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 കട 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 കട. ഇവനെ നമ്മൾ പിന്നെ റീൽസിലും കാണില്ലേ, ഇങ്ങനെ ഹെയറെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന പല ഷേപ്പിലും ഉണ്ടാക്കുന്നത്, അത് ഇവനെ കാണുന്നട്ടാ. അത് നമുക്ക് കുറച്ച് സൈസായി കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ചെയ്യേ. ഇതണ്ട ഇവൻ ഇങ്ങനെ കാണുന്ന നോക്കണ്ട, ഇത്ര ഒന്നും ഇല്ലേ. ഇതണ്ടാ ഫുള്ള് രോമാന്ന്. ഇതാണ്ട ഇത്രയേ ഉള്ളൂ, പൂച്ചൻ്റെ വലിപ്പം വരെ ഇല്ല. കണ്ടാ രോമം ഇങ്ങനെ പൊന്തി വെക്കുന്നുണ്ടാ. നമ്മളിതിനെ വാങ്ങാനുള്ള ആഗ്രഹം വന്നതെന്ന് നമ്മൾ UAE വീഡിയോയിൽ ഇതുപോലത്തെ പോമറേനിയൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ട് കുറേ ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കിയിട്ടാണ് അത്യാവശ്യം വാങ്ങിച്ചത്. അപ്പോൾ കമൻറ്റ് ചെയ്യട്ടാ ക്വാളിറ്റി എങ്ങനെയുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അധികം ക്വാളിറ്റിനേക്കാളും നമ്മൾ കണ്ണിന് കാഴ്ചയിൽ ഭയങ്കര ഭംഗി തോന്നുന്നതാണ് ഞാൻ പൊതുവെ വാങ്ങിക്കുന്നത് കേട്ടോ. നമ്മൾ ബ്രീഡിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് നോക്കില്ല എന്നല്ല, എന്നാലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആ ഭംഗിക്കാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഇതിനാ. അതുപോലെ നമ്മളെ പിന്നെ മിൻപിൻ്റെ കുട്ടിനെ കാണിച്ചു തരണ്ടേ? മുമ്പിൻ്റെ 3 കുട്ടികളില്ലേ, അത്യാവശ്യം കണ്ണെല്ലാം തുറന്ന് കുറച്ച് വലുതായിട്ടുണ്ട്. അതും കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. അതാ സ്കൂൾ കുട്ടികൾ വന്നിട്ട് അടുത്ത്. എന്താടാ അരി ഇങ്ങനെ ഓടുന്നു? അത് അപ്പുറത്ത് തീയിട്ടുകൊണ്ട് അതിൻ്റെ പുക ഇങ്ങനെ അടിക്കുന്നില്ലേ മൊത്തത്തിൽ. ടോർക്ക് ബസ്സിലെ കുട്ടി അതാ ബസ്സിൻ്റെ സൈഡിലേ പോകുന്നതാ. കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടാ. അതേപോലെ ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ ഹെയർ നോക്കിയാൽ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയറാണ്, ഭയങ്കര തിക്കാണ് എന്താ. അതേപോലെ ഇവൻ വന്നപാടി എനിക്ക് ഭയങ്കര മൈറ്റ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാം പിന്നെ സെറ്റ് ചെയ്ത് ശരിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവനിക്ക് നല്ലോണം ഗ്രൂം ചെയ്യണേ. എന്നാൽ ഭയങ്കര സ്മൂത്തായിട്ടുള്ളതും അതുപോലെ ഭയങ്കര തിക്കായിട്ടുള്ളതും ഹെയറാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ഗ്രൂം ചെയ്യാൻ പണിയുണ്ട് കേട്ടോ. അത്യാവശ്യം ഗ്രൂം ചെയ്ത് സെറ്റാക്കി നിർത്തണം. അതുപോലെ ഇവൻ്റെ മാക്സിമം വെയിറ്റ് വരാൻ 1.5 കിലോ മുതൽ 2.5 കിലോ വരെ എന്ന് പറയുന്നത്. എന്നാൽ അഡൾട്ട് ആയാൽ തന്നെ 2.5 കിലോയെ വെയിറ്റ് വരുള്ളൂ മാക്സിമം കേട്ടോ. അതേപോലെ ടോയ് ബ്രീഡിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിലുണ്ടാവും. അതേപോലെ നമുക്ക് ചെറിയ സ്ഥലത്തെല്ലാം വളർത്താൻ ഈസിയാണ്, ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ വളർത്താം, അങ്ങനെയുള്ള വളർത്താനൊക്കെ. അതുപോലെ ഗ്രൂം ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടുള്ളൊരു സംഭവം. അങ്ങനെ ഗ്രൂം ചെയ്ത് വളർത്തുവാണെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ ഭയങ്കര പ്ലേഫുള്ളാണ്, അത്യാവശ്യം നല്ലോണം കളിക്കും. നല്ല ടോയിൽ ഇട്ട് കൊടുത്താൽ അതുപോലെ നമ്മളോട് കുട്ടികളോട് കളിക്കാൻ ബെസ്റ്റ് ബ്രീഡാണ് അല്ലേ? അല്ലേടാ? അടിക്കുന്നുണ്ട്, കാലോട് അടിക്കൂ. ബാ ബാ. അപ്പോൾ നമ്മളെ പിന്നെ
മിൻപിൻ്റെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. മിൻപിൻ്റെ കുട്ടിക്ക് ഒരു കുട്ടിക്കുണ്ടല്ല ചെറിയൊരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവൻ്റെ കൂടെ വിടണ്ട. പിന്നെ അതുപോലെ നമ്മുടെ മിൻപിനെ കണ്ട ക്ഷീണമായിപ്പോയി, പ്രസവിച്ച് ആള് ക്ഷീണിതനാണ് പാല് കൊടുത്തിട്ട്. സെറ്റല്ലേ? കുട്ടീനെ കാണിച്ചറാ. നല്ലോണം ലൈറ്റ് കളറായില്ലേ? ഇതൊരാള്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഈ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവരെ നമ്മൾ കൊടുക്കുമോ എന്നുള്ളത്. നമ്മൾ കൊടുക്കൂല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ബ്രീഡ് ചെയ്യുന്നൊന്നുമില്ല, ഇവിടെ തന്നെ നമ്മൾ നിർത്തും. ഓക്കെ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. അതാ മൂന്നാമത്തെ ഇവനിക്കാണ് ചെറിയൊരു സ്കിന്നിൻ്റെ പ്രശ്നമുള്ളത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടാ രോമം പോയിട്ടുണ്ടാ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ശരിയാവും. അപ്പോൾ മൂന്നാൾ നല്ല ഹെൽത്തി ആണ് കേട്ടോ, അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കേട്ടോ. മനസ്സേ അല്ലേ? പൊളിയല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ പപ്പിക്കുട്ടീസ്? എല്ലാവർക്കും പേരിലിട്ട് അടിപൊളിയായിട്ട് വളർത്തണ്ടേ? മിനിറ്റ് വന്നിട്ടുണ്ട് നോക്കാൻ. ഇല്ലടാ, കുട്ടി തന്നെ, നല്ല തന്നെ. ഓ ഓക്കെ, മറ്റേ നോക്കിയേ. മൈലോ എങ്ങനെയുണ്ട് പേര്? മൈലോൻ്റെ കളറായതുകൊണ്ട് നമ്മൾ മൈലോ തന്നെ പേരിട്ട്. ഓക്കെ, അതാ പുറത്തിറങ്ങിയിട്ടടാ, അത് ചാടിയാ? അയ്യോ, ഇത് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം കേട്ടോ. നമ്മളെ കിവിക്കെല്ലാം കിവി ഇറങ്ങൂലല്ലോ, കിവി അവിടെ തന്നെ ഇരിക്കും. കിവി എത്ര സമയം ഇപ്പോൾ വരുന്നവരെല്ലാം വന്നാൽ 2 കിവി അവിടെ തന്നെ ഇരിക്കും. ഒരാൾ പുറത്തേക്ക് ചാടിയില്ല. വളരെ റെയറായിട്ട് ചാടിപ്പോയാൽ അല്ലെങ്കിൽ വീണ് പോയാലല്ലേ ഉള്ളൂ. നല്ല സൗകര്യമുണ്ട്. അതേപോലെ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരാളെ കുറേ നാൾക്ക് ശേഷം കാണിച്ചു തരാമല്ലോ. നമ്മൾ അന്നൊരു കുട്ടി ഉണ്ടായിട്ടില്ലേ സ്ക്വിറലിൻ്റെ? നിങ്ങൾക്ക് ഏതാ കുട്ടി എന്ന് പറയാൻ പറ്റുമോ? ഇതാ ഒരാളിതാ. ഏതായിരിക്കും കുട്ടി? നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചോദിക്കുന്ന കേട്ടാ. ഇതാണ് കുട്ടി കേട്ടോ. എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മൻ്റെയും കളർ മിക്സ് ആയിട്ട് വന്നിട്ട് നോക്കിയേ. ഡാടാ പുറത്തിറങ്ങിയേ. എങ്ങനെയുണ്ട് ആ കളറ്? നല്ല രസമില്ലേ? എന്നാൽ മുഖമൊക്കെ അച്ഛൻ്റെ സെയിം ആയിട്ടാണ് വന്നത്. ഏകദേശം ഇങ്ങനെ കളർ മാറി മാറി വരുന്നുണ്ട്. ആദ്യം പിന്നെ ഈ അമ്മൻ്റെ സെയിം കളർ ഉണ്ടായത്, പക്ഷേ ഇങ്ങനെ ഗ്രാജുവലി അത് മാറി വന്ന് ഇപ്പോൾ അച്ഛൻ്റെ കളറിലേക്ക് നല്ല കയറ്റം കയറി. കേട്ടാ, നല്ല രസമില്ലേ കാണാൻ? അച്ഛനെ ഇതിൻ്റെ അകത്തുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാം. ഡാ ഇല്ല, തുറക്കുമ്പോൾ ഫുഡിൻ്റെ അവിടെ വന്ന് നിൽക്കും, ഒന്നും കിട്ടുമെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, വേറൊരാളെയും കൂടി കാണിച്ചു തരാം. നല്ല ഗ്രോത്തായ ഒരാൾ. നമുക്ക് ഫീഡ് ചെയ്ത് നോക്കാം, പക്ഷേ കൊടുത്തപാട് പെട്ടെന്ന് കഴിക്കില്ല. ഇവനൊന്ന് ആക്റ്റീവ് ആക്കി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇവൻ ഫുഡ് കഴിക്കും. നമ്മുടെ സാവന്ന മോണിറ്റർ ലിസാർഡ്. വരുന്നുണ്ടാ? ഫുഡ് കൊടുത്തിട്ട് ഇറക്കാം. അങ്ങനെ വരുന്നുണ്ടല്ലോ, അതായത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അതേപോലെ ഇവന് കാണുന്ന നോക്കണ്ടേ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മളിപ്പോൾ ഐസിൽ വെച്ച് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് മീനൊന്നും കൊടുത്തു കഴിഞ്ഞാലൊന്നും കഴിക്കൂല. പഴയതൊന്നും ആയാൽ തീരെ അങ്ങനെ. ഇവരെല്ലാ വേസ്റ്റും കഴിക്കുന്നത്. പക്ഷേ ടെഗു അങ്ങനെ, ടെഗു എത്ര പഴകിയതായാലും വെച്ചു കൊടുത്താൽ കഴിക്കുക. ഇവൻ അങ്ങനെ പഴകിയതൊന്നും അങ്ങനെ എടുത്ത് കഴിക്കൂല കേട്ടോ. മൈസിനെ ഫീഡ് ചെയ്യണോ? പിന്നെ കാണാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. വേണ്ട, നമുക്ക് ചിക്കൻ്റെ പീസ് കൊടുക്കാം. ചിക്കൻ പിന്നെ മറ്റേ അറുത്തിട്ട് വരുന്നൊന്നുമല്ലല്ലോ. ഓക്കെ, പിന്നെ എന്നാലും ആ കോഴി എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ, പണ്ട് മുതലേ തിന്നുന്നതുകൊണ്ട്. വേടാ, ഇതെന്താ ഇതാണെന്നുണ്ടാ? അതിങ്ങനെ പിന്നെ എന്താ പറയുക, ചീറ്റുന്നിങ്ങനെ ചീറ്റുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാ? എൻ്റെ പൊന്നു സൈസ് കയറിയിട്ടുണ്ട. വാടാ, നീ എന്ത് ചീറ്റിയാലും നമ്മിന്നെ എടുക്കൂലേ? നീ നമ്മളെ മൊത്തല്ലേ? നല്ല ഹെവി ആയിട്ടാ ഇതൊക്കെ. ഉടുമ്പിനെ പോലെ ഉണ്ടല്ലേ? വേണ്ട, അപ്പോൾ തൽക്കാലം ഇന്ന് കാൽസ്യത്തിൻ്റെ പൊടി ഇടണമെന്നാണ് ചോദിച്ചത്. വേണ്ട, നമുക്ക് ചിക്കൻ ഇങ്ങനെ കൊടുക്കാം.
തിന്നോ. ഈ തിന്നതിൻ്റെ വലിപ്പം തന്നെ എന്നിട്ടാ നല്ല ഫീഡിങ് ആണ്. എത്ര ചെറിയ ചെറിയ പല്ലിൻ്റെ അത്ര ഇത്ര ഇല്ലരം കൊണ്ടുവന്നല്ലേ നമ്മൾ. ആ ഓക്കെ. നമ്മളാ കൊടുത്ത വിടാണ്ട് ഇനിയും കുറേ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടാ, ഒരു രക്ഷയില്ല, അടിച്ച് തീറ്റ തന്നെ. ഇവനിക്ക് എങ്ങനെ ഫീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നും കൊടുക്കൂല കേട്ടോ, ഡെയിലി കൊടുക്കൂല. ഒരു ദിവസം ഫീഡ് ചെയ്ത് നല്ല ഹെവി ഫീഡ് കൊടുക്കും, പിറ്റേന്നൊന്നും കൊടുക്കൂല, അതിൻ്റെ പിറ്റേന്ന് പിന്നെ ഫുഡ് കൊടുക്കും. അതുപോലെ നമ്മുടെ സൽക്കട്ടക്ക് അടുത്ത ഇലനെ മറ്റേ ഇത് വന്നിട്ടുണ്ട്, അടുത്ത ഫുഡ് ഇല. വാ, ഇനിയിപ്പോൾ ഇലെല്ലാം തിന്ന് ഇതിൻ്റെ കമ്പ് മാത്രമേ ബാക്കിയുണ്ടാവും. ഇങ്ങനെ ഫീഡ് എടുത്തുകൊണ്ടിരിക്കും കേട്ടോ, ഇതന്നെ മെയിൻ പരിപാടി. നമുക്ക് വലുതാണ്ടേ വേണ്ട, ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ കടൽവള്ളി എന്ന് പറയുന്നത് നമ്മളെ ബീച്ചിലെപ്പോൾ എല്ലാ ബീച്ചിലും ഉണ്ടാകുന്ന ഇലയാണ് കേട്ടോ. നമ്മൾ ഒട്ടുമിക്ക ജീവികൾക്കും ഇല വേണമെന്ന് എല്ലാവർക്കും ഇതന്നെ കൊടുക്കുന്നുട്ടാ. ഓക്കെ, സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ടേ ഇനിയും. അത് പുറത്താരോ തീ കൊടുത്തിട്ട് ഫുള്ളായിട്ട് പുക കയറിപ്പോയി, നമ്മളപ്പോൾ അയൽവാസികളാരോ കൊടുത്താ. അതേപോലെ നമ്മുടെ ഓറഞ്ച് പഴുത്തിട്ടുണ്ടല്ലേ, ആ ഓറഞ്ച് പറിച്ച് നിൽക്കാം. പഴുത്തതാണോ വാടിയതാണോ എന്നറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. അതേപോലെ നമ്മൾ ഒരു ചക്ക പോയി കേട്ടോ, ഒരു ചക്ക അയ്യോ ഇവിടെ മാറാലുണ്ട്. വാ, ഏതമാണോ? ഓ, മുറിക്കാം, ഇത് കട്ടിയായിട്ട് തന്നെ ഉണ്ട് അത്രേ. അതുപോലെ ഇതും വലുതായിട്ടാ. ഇത് ഓറഞ്ച് എന്ന് പറഞ്ഞു, ഇത് ശരിക്കും ഓറഞ്ച് ഒന്നല്ല, ഇത് നമ്മളെ മാതോളി നാരങ്ങൻ്റെ അതേ മണം. അതുപോലെ ഷേപ്പ് അങ്ങനെ തോന്നുന്നുട്ടാ. ആ, എന്തായാലും പണി കിട്ടൽ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സംഭവമാണ്, എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അല്ലേ. ഓക്കെ, അതുപോലെ നമ്മുടെ ബൊഗൈൻവില്ലയിലും നല്ല സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത് ശനിയാഴ്ച കാണാം. ഓക്കെ, നമ്മൾ സഫാനെ കണ്ടില്ലേ? സഫാന ഒരു ആയി പറഞ്ഞു, എന്നെ കുറേ കാണിച്ചിട്ട്. എന്നാ മണിപ്പിച്ചേക്ക്. ഓക്കെ, എല്ലാവരും ബൈ പറ.